നമസ്കാരം. സകലമാന കേരളത്തിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷ. ശിക്ഷിച്ചത് തൃശൂർ പൊന്നൂക്കര സ്വദേശി സന്തോഷ് അപ്പച്ചനെ. മലപ്പുറം വേങ്ങരയിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. 19 വിദ്യാർത്ഥികൾ ചികിത്സയിൽ. മലപ്പുറം വളാഞ്ചേരിയിൽ നിയന്ത്രണം വിട്ട് സ്കൂൾ ബസ് മറിഞ്ഞു. 18 കുട്ടികൾക്ക് പരിക്ക്. വടകരയിൽ റോഡ് റോളർ ശരീരത്തിൽ കയറി ഇതര സംസ്ഥാന തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. വെള്ളം കിട്ടാനില്ല. തൃശൂർ ചിറ്റ്ലാംപാടത്ത് മുണ്ടകൻ കൃഷി ഉണങ്ങുന്നു. കനാൽ വെള്ളം എത്തിക്കാൻ നടപടി തേടി കർഷകർ. വന്യമൃഗഭീതിയിൽ ജനവാസ മേഖല. പടയപ്പയെ മൂന്നാറിൽ നിന്നും മാറ്റണമെന്ന് കോൺഗ്രസ്. കാട്ടാനകളെ കാട് കയറ്റണമെന്നാവശ്യപ്പെട്ട് ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിരാഹാരം തുടരുന്നു. വാർത്തകളിലേക്ക് വിശദമായി. വെറ്ററിനറി സർവകലാശാല വിദ്യാർത്ഥി സിദ്ധാർത്ഥിന്റെ മരണത്തിൽ പിടിയിലായ പ്രധാന പ്രതി അഖിലിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. ഇന്ന് രാവിലെയാണ് അഖിലിനെ പാലക്കാട് നിന്നും പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇതോടെ അറസ്റ്റിലായ പ്രതികളുടെ എണ്ണം 7 SFI പ്രവർത്തകനാണ് പിടിയിലായ അഖിൽ. വയനാട്ടിൽ പനി ബാധിച്ച് 10 വയസ്സുകാരി മരിച്ചു. അറുമൊട്ടംകുന്ന് പുലാമോല കോളനി രാജൻ ബിന്ദു ദമ്പതികളുടെ മകളും കൈതക്കൽ GLP സ്കൂൾ 5ാം ക്ലാസ് വിദ്യാർത്ഥിനിയുമായ സോണിജയാണ് മരിച്ചത്. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്നു സോണിജ. ഇന്ന് രാവിലെയായിരുന്നു അന്ത്യം. മലപ്പുറം വളാഞ്ചേരിയിൽ സ്കൂൾ ബസ് മറിഞ്ഞ് അപകടം. 18 കുട്ടികൾക്ക് പരിക്ക്. കഞ്ഞിപ്പുരയിലെ മൗണ്ട് ഹിറ സ്കൂൾ ബസ്സാണ് നിയന്ത്രണം വിട്ട് മറിഞ്ഞത്. കോഴിക്കോട് വടകരയിൽ ദേശീയപാതാ നിർമ്മാണത്തിനിടയിൽ റോഡ് റോളർ ശരീരത്തിൽ കയറി തൊഴിലാളിക്ക് ഗുരുതര പരിക്ക്. ബീഹാർ സ്വദേശി കൃഷ്ണയ്ക്കാണ് പരിക്കേറ്റത്. റോഡ് റോളറിന് മുന്നിലേക്ക് വീണാണ് അപകടം. കുഞ്ഞിപ്പുഴയിലാണ് സംഭവം. വടകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച ശേഷം കോഴിക്കോട്ടെ ആശുപത്രിയിലേക്ക് മാറ്റി. തിരുവനന്തപുരം വർക്കലയിൽ ട്രെയിൻ തട്ടി വയോധികൻ മരിച്ചു. ശ്രീനിവാസപുരം സ്വദേശി പപ്പുട്ടിയാണ് മരിച്ചത്. വർക്കല മൈതാനത്ത് DYSP ഓഫീസിന് സമീപത്തെ അടഞ്ഞുകിടക്കുന്ന റെയിൽവേ ഗേറ്റിന് സമീപത്ത് വെച്ചായിരുന്നു അപകടം. ഗരീബ് രഥ് എക്സ്പ്രസ് ഇടിച്ചാണ് അപകടം പറ്റിയത്. മൃതദേഹം പാരിപ്പള്ളി മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി. മലപ്പുറം വേങ്ങരയിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ. പരീക്ഷ എഴുതാനെത്തിയ 19 വിദ്യാർത്ഥികളെ ദേഹാസ്വാസ്ഥ്യത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കണ്ണമംഗലം എടക്കാപ്പറമ്പ് GLP സ്കൂളിലെ 18 കുട്ടികളും ഒരു അധ്യാപകനുമാണ് തിരൂരങ്ങാടി താലൂക്കിൽ ആശുപത്രിയിൽ ചികിത്സ തേടിയത്. പരിക്ക് ഗുരുതരമല്ല. സ്കൂളിൽ സ്ഥിരം ഉപയോഗിക്കുന്ന അരിയല്ലെന്നും പുറമേ നിന്നുള്ള ഉൽപ്പന്നങ്ങളാണ് ഉപയോഗിച്ചതെന്നുമാണ് സ്കൂൾ അധികൃതരുടെ വിശദീകരണം. തൃശൂരിൽ 3.5 വയസ്സുകാരിയെ പീഡിപ്പിച്ച പ്രതിക്ക് 3 ജീവപര്യന്തം ശിക്ഷ. പൊന്നൂക്കര സ്വദേശി സന്തോഷ് അപ്പച്ചനെയാണ് ശിക്ഷിച്ചത്. 3,20,000 രൂപ പിഴയും അടയ്ക്കണം. തൃശൂർ അതിവേഗ സ്പെഷ്യൽ പോക്സോ കോടതി ജഡ്ജി ജയപ്രഭുവാണ് ശിക്ഷ വിധിച്ചത്. കോഴിക്കോട് കൊയിലാണ്ടി ബപ്പങ്ങാട് മലഞ്ചരക്ക് കടയിൽ മോഷണം. മുൻവശത്തെ പൂട്ട് പൊളിച്ച് അകത്ത് കയറി 200 കിലോയോളം വരുന്ന കുരുമുളകാണ് മോഷ്ടിച്ചത്. പോലീസ് പരിശോധന നടത്തി. രണ്ടാമത്തെ തവണയാണ് കടയിൽ കവർച്ച നടക്കുന്നത്.
പടയപ്പയെ മൂന്നാറിൽ നിന്നും മാറ്റണമെന്ന് കോൺഗ്രസ്. പടയപ്പയ്ക്കൊപ്പം ചിന്നക്കനാലിൽ ആക്രമണം നടത്തുന്ന മുറിവാലൻ, ചക്കക്കൊമ്പൻ, മൂന്നാറിൽ ആക്രമണം നടത്തിയ ആന എന്നിവയെയും ആന പരിപാലന കേന്ദ്രത്തിലേക്ക് മാറ്റണം. അരിക്കൊമ്പൻ വിഷയത്തിൽ ജില്ലാ കോൺഗ്രസ് നേതൃത്വം സമരം നടത്തിയതിന് സമാനമായി മൂന്നാറിലും സമരം നടത്തുന്നതിനെക്കുറിച്ച് ആലോചിക്കുമെന്നും നേതൃത്വം വ്യക്തമാക്കി. അതേസമയം കാട്ടാന ശല്യത്തിൽ നടപടി തേടി ഡീൻ കുര്യാക്കോസ് എംപിയുടെ നിരാഹാര സമരം തുടരുകയാണ്. ഈ പടയപ്പയെ അതിനെ ഒരു എന്താ പറയുക വിശുദ്ധ കാട്ടാനയായി പ്രഖ്യാപിക്കാതെ അതിനെ അടിയന്തരമായി ഇവിടുന്ന് ട്രാൻസ്ലൊക്കേറ്റ് ചെയ്യേണ്ട, അല്ലെങ്കിൽ അതിനെ മറ്റ് സ്ഥലത്തേക്ക് മാറ്റേണ്ടത്, ആനത്താവളത്തിലേക്ക് എങ്ങോട്ടെങ്കിലും മാറ്റേണ്ടത് അടിയന്തരമായി ആവശ്യമായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ അക്രമകാരികളായ ആനകളെ അരിക്കൊമ്പനെ മാറ്റിയതുപോലെ ചിന്നക്കനാലിൽ ഇപ്പോൾ അവശേഷിക്കുന്ന ചക്കക്കൊമ്പനും മൂന്നാറിൽ ഈ ആളുകളെ കൊന്ന് അക്രമം നടത്തുന്ന ഈ കൊമ്പന്മാരെയും ഏറ്റവും അടിയന്തരമായി ഇതിനെ പിടിച്ച് ഏതെങ്കിലും ആന വളർത്തൽ കേന്ദ്രത്തിലേക്ക്, അത് കോടനാടോ കോന്നിയോ ഇവിടെ പറ്റിയില്ല എങ്കിൽ മറ്റേതെങ്കിലും സ്ഥലത്തേക്ക് അവനെ മാറ്റേണ്ടത്, അടിയന്തരമായി മാറ്റേണ്ടത്. അത് ഈ നാട്ടിലെ ജനങ്ങളുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കേണ്ട ഗവൺമെൻറ്റിൻ്റെ അടിയന്തരമായ ഒരു കർത്തവ്യമാണ്. മൂന്നാറിലെ കാട്ടാനയാക്രമണങ്ങൾക്കെതിരെ ഡീൻ കുര്യാക്കോസ് എംപി നടത്തിവരുന്ന നിരാഹാര സമരത്തിന് പിന്തുണ പ്രഖ്യാപിച്ച് CMPയും മാർച്ച് 13-ന് മൂന്നാറിൽ CMPയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കും. വന്യജീവി ആക്രമണത്തിൽ മലയോര ജനതയ്ക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിക്കുമെന്നും CMP സംസ്ഥാന അസിസ്റ്റന്റ് സെക്രട്ടറി KA കുര്യൻ പറഞ്ഞു. CMPയുടെ നേതൃത്വത്തിൽ മലയോര മേഖലകളിൽ വന്യജീവി ആക്രമണം നേരിടുന്ന ആളുകൾക്ക് ഇൻഷുറൻസ് ഏർപ്പെടുത്തണമെന്ന് ജനവാസ മേഖലയിൽ ഇറങ്ങിയ കാട്ടാനകളെ തുരത്തി ഓടിക്കാൻ RRT സംഘം സജീവമായി രംഗത്ത്. 3 ഇടങ്ങളിലായി ഇറങ്ങിയ കാട്ടാനക്കൂട്ടത്തെ സംഘം പടക്കം പൊട്ടിച്ച് കാട്ടിലേക്ക് തുരത്തി. വന്യജീവി ശല്യത്തിന് പരിഹാരം തേടി കോതമംഗലം രൂപതയുടെ നേതൃത്വത്തിൽ DFO ഓഫീസിലേക്ക് മനുഷ്യാവകാശ റാലി. കാട് വന്യജീവികൾക്കും നാട് മനുഷ്യനും എന്ന ആപ്തവാക്യം ഉയർത്തിയായിരുന്നു റാലി. റാലിയിൽ ആയിരങ്ങൾ പങ്കാളികളായി. മലയോര ജനതയുടെ ജീവിക്കാനുള്ള അവകാശത്തിൽ കടന്നുകയറരുതെന്ന് റാലിയെ അഭിസംബോധന ചെയ്ത് കോതമംഗലം രൂപതാധ്യക്ഷൻ മാർ ജോർജ് മഠത്തിക്കണ്ടത്തിൽ പറഞ്ഞു. ഈ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും ഗവൺമെന്റും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളണം. അതിനുള്ള സാഹചര്യം ഉളവാകണം. ഞാൻ പറയുന്ന ഒരു കാര്യം കൂടി, ഈ വണ്ടി ആക്സിഡന്റ് ഉണ്ടാകുമ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിം ട്രൈബ്യൂണലുണ്ട്. അതുപോലെ തന്നെ വൈൽഡ് ആനിമൽ അറ്റാക്ക് ക്ലെയിം, അതിന് വേണ്ടിയിട്ടൊരു ട്രൈബ്യൂണൽ ഉണ്ടാക്കണം. അങ്ങനെ പുതിയ ട്രൈബ്യൂണൽ ഉണ്ടാക്കി ഈ കേസുകൾ പരിഹരിക്കാൻ സാധിക്കണം. ഇത് കേസ് ഞാൻ ഓർക്കുന്നുണ്ട്, 5 വർഷം മുമ്പുള്ള കേസുകൾ ഇപ്പോൾ തുടർന്നോട് പോവുകയാണ്. ഒരു പരിഹാരവും ഇല്ല. മലപ്പുറം ചാലിയാർ പഞ്ചായത്തിലെ വന്യമൃഗശല്യം പരിഹരിക്കാൻ നടപടി ആവശ്യപ്പെട്ട് കോൺഗ്രസ് അകമ്പാടം വനം സ്റ്റേഷനിലേക്ക് ബഹുജന കർഷക മാർച്ച് നടത്തി. 100 കണക്കിന് പ്രവർത്തകർ മാർച്ചിൽ പങ്കെടുത്തു. അകമ്പാടം കോൺഗ്രസ് ഓഫീസ് പരിസരത്തു നിന്നും ആരംഭിച്ച മാർച്ച് വനം സ്റ്റേഷന് മുന്നിൽ അവസാനിച്ചു. നിലമ്പൂർ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് ഉദ്ഘാടനം ചെയ്തു. സകലമാന കേരളത്തിൽ ഇനിയൊരു ഇടവേള. വീർക്കാതിരിക്കാൻ വാർത്തകൾ തുടരുന്നു. മലപ്പുറം വണ്ടൂർ അത്താണിക്കലിലെ ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് സ്ത്രീകളുടെ പ്രതിഷേധം. ഔട്ട്ലെറ്റ് പ്രദേശത്ത് നിന്ന് മാറ്റണമെന്നാവശ്യപ്പെട്ടാണ് പാലാ മഠത്ത് നിന്ന് ബിവറേജസ് ഔട്ട്ലെറ്റിലേക്ക് മാർച്ച് നടത്തിയത്. കഴിഞ്ഞ വ്യാഴാഴ്ചയാണ് ഇവിടെ ഔട്ട്ലെറ്റ് പ്രവർത്തനം ആരംഭിച്ചത്. താമരശ്ശേരി ചുരത്തിൽ പിക്കപ്പ് മറിഞ്ഞു. പുൽപ്പള്ളിയിൽ നിന്ന് കോഴിക്കോട് പാലാഴിയിലേക്ക് ലൈറ്റ് ആൻഡ് സൗണ്ട് ഉപകരണങ്ങളുമായി പോവുകയായിരുന്ന പിക്കപ്പാണ് മറിഞ്ഞത്. ഇന്ന് രാവിലെയാണ് അപകടം. പിക്കപ്പിലുണ്ടായിരുന്നവർ പരുക്കേൽക്കാതെ രക്ഷപ്പെട്ടു.
മലപ്പുറം താനൂരിൽ 3 ദിവസം പ്രായമായ കുഞ്ഞിനെ മാതാവ് കൊലപ്പെടുത്തി കുഴിച്ചുമൂടി. താനൂർ ഓട്ടുപുറം സ്വദേശിനിയായ യുവതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഭർത്താവുമായി തർക്കമുണ്ടായിരുന്നതിനെ തുടർന്നാണ് കുഞ്ഞിനെ കൊലപ്പെടുത്തിയതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. പോലീസിന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു പരിശോധന. ഈ മാസം 26-ന് രാത്രിയിലായിരുന്നു സംഭവം. വീട്ടിലെ കിണറിനടുത്താണ് കുഞ്ഞിനെ കുഴിച്ചിട്ടതെന്ന് യുവതി പോലീസിന് മൊഴി നൽകി. തിരുവനന്തപുരം വർക്കലയിൽ ഭർത്താവ് മണ്ണെണ്ണയൊഴിച്ചു കൊലപ്പെടുത്താൻ ശ്രമിച്ച വീട്ടമ്മ മരിച്ചു. അയിരൂർ മുത്താന സ്വദേശിനി ലീലയാണ് മരിച്ചത്. ഉറങ്ങിക്കിടക്കവേ ഭർത്താവ് അശോകൻ തലയിലൂടെ മണ്ണെണ്ണയൊഴിച്ച് തീ കൊളുത്തുകയായിരുന്നു. ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ തൂങ്ങി മരിച്ച നിലയിൽ. പാലക്കാട് ആലത്തൂർ സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. താമസ സ്ഥലത്തെ മുറിയിലാണ് രവീന്ദ്രനെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. പമ്പ റേഞ്ചിന് കീഴിൽ മുക്കുഴി ഓഫീസിൽ SHO ആയിരുന്നു രവീന്ദ്രൻ. കടുത്ത സാമ്പത്തിക ബാധ്യത ഉണ്ടായിരുന്നതായി പോലീസ് പറഞ്ഞു. തൃശൂർ വടക്കേക്കാട് കപ്ലയങ്ങാട് ദേവീക്ഷേത്രം ഏറ്റെടുക്കാൻ മലബാർ ദേവസ്വം ബോർഡിന്റെ ശ്രമം. പുലർച്ചെ 5 മണിയോടെ ജലപീരങ്കിയടക്കം 500-ലധികം പോലീസുകാരുടെ അകമ്പടിയോടെ ക്ഷേത്രത്തിൽ എത്തുകയായിരുന്നു. ഭക്തജനങ്ങൾ സംഘടിച്ചെത്തി ക്ഷേത്രനടയ്ക്കൽ നാമജപം നടത്തി പ്രതിരോധം തീർത്തു. ക്ഷേത്ര ഭാരവാഹികളും ഹൈന്ദവ സംഘടനാ നേതാക്കളും ഭക്തരും പോലീസുമായി ചർച്ച നടത്തി ക്ഷേത്രം ഏറ്റെടുക്കൽ നടപടികൾ താൽക്കാലികമായി നിർത്തിവയ്പ്പിച്ചു. ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കേസ് സുപ്രീം കോടതിയിൽ ഫയൽ ചെയ്ത ഡയറി നമ്പർ അടക്കമുള്ള രേഖകൾ ക്ഷേത്രം ഭാരവാഹികൾ പോലീസിന് കൈമാറിയതിനെ തുടർന്നാണ് നടപടികൾ താൽക്കാലികമായി നിർത്തിവച്ചത്. ഇടശ്ശേരിയുടെ 50-ാം ചരമവാർഷികം പ്രമാണിച്ചിറങ്ങേറിയ കാവിലെ പൂതം വേറിട്ട കാഴ്ചയായി. പട്ടാമ്പി ഗവൺമെന്റ് കോളേജ് പരിസരത്തെ കാട്ടിലാണ് കാർണിവലിന്റെ കാവ്യാഞ്ജലി എന്ന കാവിലെ പൂരം അരങ്ങേറിയത്. കവി P. രാമന്റെ ആലാപനത്തോടൊപ്പം നടന്ന ചിത്രാഞ്ജലിക്ക് ബസന്ത് പെരിങ്ങോട് നേതൃത്വം നൽകി. കാസർഗോഡ് കൊടിയമ്മ പ്ലാന്റേഷനിലെ മരങ്ങൾ കത്താൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. ഉണങ്ങി പാകമായ കാറ്റാടി മരങ്ങളാണ് ഒരാഴ്ചയോളമായി രാത്രിയിലും പകലിലും കത്തിക്കൊണ്ടിരിക്കുന്നത്. സാമൂഹ്യ വനവൽക്കരണ വിഭാഗത്തിന് കീഴിൽ കുമ്പള പഞ്ചായത്തിലെ കൊടിയമ്മ പ്ലാന്റേഷനിൽ കഴിഞ്ഞയാഴ്ചയുണ്ടായ തീപിടുത്തം ഇതുവരെയും നിയന്ത്രണ വിധേയമാക്കാനായില്ല. ഉണങ്ങി പാകമായ കാറ്റാടി മരങ്ങൾ ഒരാഴ്ചയിലേറെയായി രാത്രിയും പകലും കത്തിക്കൊണ്ടിരിക്കുകയാണ്. തീപിടുത്തത്തിലും മഴക്കാലങ്ങളിൽ കടപുഴകിയും വീണ് നശിച്ചുകൊണ്ടിരിക്കുന്ന 100 കണക്കിന് മരങ്ങളാണ് ഇതിനോടകം കത്തിത്തീർന്നത്. കുമ്പള ഷേടിക്കാവ് കഞ്ചിക്കട്ട ചൂലിത്തടുക്ക പൊതുമരാമത്ത് പാതയോട് ചേർന്നാണ് മരങ്ങൾ കത്തുന്നത്. 100 കണക്കിന് വീടുകളും സ്കൂൾ ആരാധനാലയങ്ങളും സ്ഥിതി ചെയ്യുന്ന ഭാഗത്താണ് വർഷങ്ങളായി തീപിടുത്തം ഉണ്ടാകുന്നത്. വിദ്യാർത്ഥികൾ അടക്കം നിരവധി ആളുകൾ നടന്നു പോകുന്ന വഴിയിൽ കെടാതെ തീ കത്തുന്നതിന്റെ ആശങ്കയിലാണ് നാട്. വേനൽക്കാലം ചൂട് പിടിച്ച് തുടങ്ങുമ്പോൾ തന്നെ കൊടിയമേൽ എല്ലാ വർഷവും 2-3 പ്രാവശ്യം ഈ കാട്ടിലേക്ക് തീ പിടിക്കലും തീ കൊടുക്കുന്നതാണോ അതോ തീ വീണ് പിടിക്കുന്നതോ അല്ല ചൂട് കൊണ്ട് പിടിക്കുന്നതോ എന്നറിയില്ല. മരങ്ങളെല്ലാം ഒരുപാട് നശിച്ചു പോകാറുണ്ട്. അതെല്ലാം സർക്കാരിന് വൻ നഷ്ടമാണ് വരുന്നത്. അതുമല്ലാതെ ഒരുപാട് പഴകിയ മരങ്ങൾ അവിടെ വീണ് ദ്രവിച്ചു പോകുന്നുണ്ട്. ഒരു ഉപകാരത്തിനുമില്ലാതെ ജനങ്ങൾക്ക് പോലും വിറക് കത്തിക്കാൻ ഉപയോഗിക്കാൻ പോലും പറ്റാത്ത സ്ഥിതിയാണത് ഫോറസ്റ്റിൻ്റെ മരമായതുകൊണ്ട്. അപ്പോൾ അതെല്ലാം ഈ നഷ്ടമെല്ലാം ഒഴിവാക്കാൻ വേണ്ടി സർക്കാർ അത് എത്രയും പെട്ടെന്ന് അതിനുള്ള നടപടി എടുത്തിട്ട് ആ മരങ്ങളെല്ലാം വെട്ടിമാറ്റുന്ന ഒരു നടപടിക്ക് മുന്നിട്ടിറങ്ങണമെന്നുള്ള ഒരു അഭ്യർത്ഥനയും കൂടി നാട്ടുകാരെന്ന നിലയിൽ പറയുന്നു. പാകമായതും ഉണങ്ങിയതുമായ മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടിയില്ലാത്തതാണ് തുടർച്ചയായി തീപിടുത്തത്തിന് കാരണമാകുന്നത്. അഗ്നിരക്ഷാസേന ഇടയ്ക്കിടെ വന്ന് തീ അണയ്ക്കുന്നുണ്ടെങ്കിലും പിന്നീടും തീ പടരുന്നു. വിഷയത്തിൽ വനം വകുപ്പ് അധികൃതരുടെ നിസ്സംഗതയ്ക്കെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഒരുങ്ങുകയാണ് നാട്ടുകാർ. ന്യൂസ് 18 കാസർഗോഡ്. തൃശൂർ ചാറ്റിലാംപാടത്ത് കൃഷി പ്രതിസന്ധിയിലാണ്. വെള്ളമില്ലാതെയായതോടെയാണ് 30 ഏക്കറിലെ കൃഷി പ്രതിസന്ധിയിലായത്. മറ്റത്തൂർ കൊടകര കൃഷിഭവനുകളുടെ കീഴിലുള്ള ചാറ്റിലാംപാടത്ത് വെള്ളമില്ലാതായതോടെ വലിയ കൃഷിനാശമാണ് നേരിടുന്നത്. 30 ഏക്കറിൽ കൃഷി കരിഞ്ഞുണങ്ങി തുടങ്ങി. ചാലക്കുടി ജലസേചന പദ്ധതിക്ക് കീഴിലെ വലതുകര കനാലിന്റെ ആറേശ്വരം ഉപകനാൽ വഴിയെത്തുന്ന വെള്ളത്തെ ആശ്രയിച്ചാണ് ചാറ്റിലാംപാടത്തെ കൃഷി.
20 ദിവസം കൂടുമ്പോഴാണ് 1-2 ദിവസം ആറേശ്വരം കനാലിലേക്ക് അധികൃതർ വെള്ളം തുറന്നുവിടുന്നത്. ചാറ്റിലാംപാടത്തേക്ക് വെള്ളം ഒഴുകിയെത്തുമ്പോഴേക്കും കനാൽ അടയ്ക്കുകയും ചെയ്യും. ഇക്കുറി മുണ്ടകൻ വിള ഇറക്കിയ ശേഷം വേണ്ടത്ര അളവിൽ ചാറ്റിലാംപാടത്തേക്ക് വെള്ളം എത്തിയിട്ടില്ലെന്നും കർഷകനും മുൻ പഞ്ചായത്ത് അംഗവുമായ VK സുബ്രഹ്മണ്യൻ പറയുന്നു. അത് ഏകദേശം മുഴുവനും ഉണങ്ങി നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. കഴിഞ്ഞ വിരിപ്പിനും ഇത്തരത്തിൽ ചാഴിക്കേടും മറ്റുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി കർഷകർക്ക് ചെലവ് ചെയ്ത രൂപ തിരിച്ചു കിട്ടില്ല. ഇത്തവണ ഒന്നും കിട്ടില്ല. ഈ അവസ്ഥയ്ക്ക് കാരണം വെള്ളത്തിൻ്റെ ലഭ്യത മാത്രമാണ്. അതിനൊരു പരിഹാരം കണ്ടെത്താനായിട്ട് നമ്മുടെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റും അതുപോലെ തന്നെ കൃഷിഭവനുകളും അവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ സഹകരിക്കാത്തതിൻ്റെ ഫലമായിട്ടാണ്, അവർ വന്നൊന്ന് നോക്കി ഇതിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കാത്തതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്രയും നാശനഷ്ടങ്ങൾ കഷ്ടതകൾ ഞങ്ങൾക്ക് അനുഭവിക്കേണ്ടി വന്നത്. ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ചെയ്തു തരണമെന്ന ഒരു വിനീതമായിട്ടുള്ള ഒരു കർഷകൻ എന്ന നിലയ്ക്ക് വിനീതമായിട്ടുള്ള ഒരു അപേക്ഷ കൂടിയാണ് ഞങ്ങൾക്കുള്ളത്. കതിര് വന്നു തുടങ്ങിയ നെൽച്ചെടികളാണിപ്പോൾ വെള്ളമില്ലാതെ ഉണങ്ങിത്തുടങ്ങിയത്. ജലസേചനത്തിന്റെ കുറവ് മൂലം നെൽച്ചെടികൾക്ക് വളർച്ച കുറവാണ്. അതിനാൽ വൈക്കോൽ തീരെ ലഭിക്കാനും സാധ്യതയില്ല. 2 ആഴ്ചത്തേക്ക് കനാൽ വെള്ളം ലഭിച്ചാൽ കതിര് വന്ന നെൽച്ചെടികളെ ഉണക്കുഭീഷണിയിൽ നിന്ന് രക്ഷിക്കാനാകുമെന്നാണ് കർഷകർ പറയുന്നത്. ചാറ്റിലാംപാടത്ത് ഉണങ്ങി നശിക്കുന്ന മുണ്ടകൻ കൃഷി നേരിൽ കാണാൻ ജനപ്രതിനിധികളും ഇറിഗേഷൻ ഉദ്യോഗസ്ഥരും തയ്യാറാകണമെന്നും കനാൽ വഴി വെള്ളമെത്തിച്ച് നെൽച്ചെടികളെ രക്ഷിക്കണമെന്നും കർഷകർ പറയുന്നു. ന്യൂസ് 18 തൃശൂർ. ഗവർണർ അയച്ച 3 ബില്ലുകൾ രാഷ്ട്രപതി തടഞ്ഞുവെച്ചു. സർവകലാശാല ബില്ലുകൾക്കാണ് അനുമതി നിഷേധിച്ചത്. ചാൻസലർ സ്ഥാനത്ത് നിന്ന് ഗവർണറെ മാറ്റുന്ന ബില്ലിന് അംഗീകാരമില്ല. 7 ബില്ലുകളാണ് ഗവർണർ രാഷ്ട്രപതിയുടെ പരിഗണനയ്ക്ക് അയച്ചത്. ലോകായുക്ത നിയമ ഭേദഗതി ബില്ലിന് രാഷ്ട്രപതി അനുമതി നൽകിയതിനു പിന്നാലെ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ബില്ലിൽ ഒപ്പിട്ടു. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ബിരിയാണി ചലഞ്ച് നടത്തി പാനൂരിലെ വനിതാ മുസ്ലിം ലീഗ് പ്രവർത്തകർ. 52,000-ഓളം ബിരിയാണിയാണ് ഇവർ വിറ്റത്. 25,000 ബിരിയാണിക്ക് ഓർഡർ സ്വീകരിച്ചുകൊണ്ട് 25 ലക്ഷം രൂപ സമാഹരിക്കണമെന്ന് ലക്ഷ്യമിട്ടാണ് പദ്ധതിക്ക് തുടക്കമിട്ടത്. എന്നാൽ 52,000-ഓളം ബിരിയാണികൾ വിൽപ്പന നടത്തി ഇവർ ചരിത്രം സൃഷ്ടിച്ചു. 200 ചെമ്പ് ബിരിയാണി ഒരേ സമയം പാകം ചെയ്ത് 50 കൗണ്ടറുകളിലായി പാക്കിംഗ് പൂർത്തിയാക്കി വിതരണം ചെയ്തു. ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ടും പരിപൂർണ ശുചിത്വം ഉറപ്പുവരുത്തിയുമാണ് നടത്തിയത്. ചലഞ്ച് നാടേറ്റെടുത്തതിൽ ഏറെ സന്തോഷമുണ്ടെന്ന് സംഘാടകർ പറയുന്നു. ഏഷ്യയിലെ തന്നെ വലിയൊരു സ്ഥാപനമായി ഉയർന്നു വരുന്ന സ്റ്റിംസ് വില്ലേജ്, ആ വില്ലേജിൻ്റെ പ്രവർത്തനങ്ങളിൽ ഞങ്ങൾ രോഗി പരിചരണം മാത്രമാണ് ലക്ഷ്യം വെക്കുന്നത്. രാഷ്ട്രീയമോ ജാതിയോ മതമോ മറ്റ് പരിഗണനകളോ ഒന്നുമില്ലാതെ ഈ അവശത അനുഭവിക്കുന്ന കിടപ്പ് രോഗികൾ, ക്യാൻസർ രോഗികൾ, അതുപോലെ പ്രയാസപ്പെടുന്ന ആളുകൾ, അവരെ ചേർത്ത് പിടിക്കുന്നതിന് വേണ്ടി മുസ്ലിം ലീഗ് പാർട്ടി ആസൂത്രണം ചെയ്തിട്ടുള്ള സാന്ത്വന പരിചരണ വിഭാഗമാണ് പൂക്കോയത്തങ്ങൾ ഹോസ്പേസ്. സ്റ്റിംസ് എന്ന ജീവകാരുണ്യ പ്രവർത്തനത്തിന് പേരുകേട്ട സ്ഥാപനത്തിന് വേണ്ടിയിട്ട് ഒരു ധനസമാഹരണ ഫണ്ട് ശേഖരിക്കാൻ വേണ്ടി 25,000 ബിരിയാണി എന്ന ടാർഗറ്റോടുകൂടി ചാലഞ്ചിന് തുടക്കം. സ്റ്റിംസ് ചെയർമാൻ അബ്ദുള്ള, കൺവീനർ PPS സലാം, നഗരസഭാ ചെയർമാൻ PK ഷാഹുൽ ഹമീദ്, സുലൈഖ, നസീമ തുടങ്ങിയവർ ചലഞ്ചിന് നേതൃത്വം നൽകി. ന്യൂസ് 18 പാനൂർ. കോഴിത്തോട് കൊടിയത്തൂർ GMUP സ്കൂളിലെ വിദ്യാർത്ഥികൾ മുക്കം ഫയർ സ്റ്റേഷൻ സന്ദർശിച്ചു. കുട്ടികൾക്ക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകുക എന്ന ലക്ഷ്യത്തോടെയായിരുന്നു സന്ദർശനം. സ്റ്റേഷൻ ഓഫീസർ MA ഗഫൂർ, ഫയർ സ്റ്റേഷൻ ഓഫീസർ നജ്മുദ്ദീൻ ഇല്ലത്തൊടി തുടങ്ങിയവർ കുട്ടികൾക്ക് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നൽകി. സ്വർണം വെള്ളി നിരക്കുകൾ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്. വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 5,735 രൂപ, പവന് 45,880. സ്വർണം 18 ഗ്രാമിന് 4,775, പവന് 38,200 രൂപ. വെള്ളി ഗ്രാമിന് 75, കിലോയ്ക്ക് 75,000. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്.
വലിയ സ്വപ്നങ്ങൾ, വലിയ സന്തോഷങ്ങൾ, വലിയ കളക്ഷൻ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. പ്രശാന്ത് ബി നായരുമായുള്ള വിവാഹ വിശേഷങ്ങളുമായി ലെനയുടെ എക്സ്ക്ലൂസീവ് അഭിമുഖം വൈകിട്ട് 6:30 ന്യൂസ് 18-ൽ. സകലമാന കേരളം ഇതോടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം. ഉദയ് ശങ്കറാണ് വൈസ് ചെയർപേഴ്സൺ.